2004 മുതൽ 2014 വരെ കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരാണ്. അന്ന് കേരളത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും എല്ലാ എംപിമാരുടെയും പിന്തുണ ലഭിച്ചിരുന്നത് സർക്കാരാണ്. അപ്പോൾ 2004 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ സഖ്യത്തിന് വലിയ ഭൂരിപക്ഷമാണ്. കോൺഗ്രസിന് ഒരു എംപിമാർ പോലും ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് കേരളത്തോട് ഉണ്ടാവുമല്ലോ. കേന്ദ്രത്തിൽ വലിയ സ്വാധീനമൊക്കെ ഉണ്ട്, ഭരണമെല്ലാം ഉണ്ട്. പക്ഷേ കേരളത്തിന് ഒരു ആനുകൂല്യവും ഈ 10 വർഷം കോൺഗ്രസ് ഭരിച്ചു. AK ആൻ്റണി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഇവിടെ നിന്നുണ്ടായിരുന്നു, വയലാർ രവി ഉണ്ടായിരുന്നു, E അഹമ്മദ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഒരു ആനുകൂല്യവും കേരളത്തിന് ലഭിച്ചില്ല. അതേക്കുറിച്ച് പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ കാണാം. രാവിലത്തെ ഭക്ഷണത്തിന് ഒരു കുറ്റി പുട്ടും ഒരു റോബസ്റ്റാ പഴവും വാങ്ങാൻ ഇറങ്ങിയതാണ് തിരുവനന്തപുരത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ. അപ്പോഴാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രനെ കണ്ടുമുട്ടുന്നത്. പിന്നീട് രണ്ടുപേരും നിരവധി വിഷയങ്ങൾ സംസാരിച്ചു. തിരുവനന്തപുരത്തെ ഹൈക്കോടതി ബെഞ്ച് ഇല്ലാതാക്കിയതിൽ UDFിൻ്റെ പങ്ക് വലുതാണെന്ന് പന്നിയൻ കുറ്റപ്പെടുത്തി. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ആരും ജയിക്കാത്തതിൻ്റെ പ്രശ്നമായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്. 2004 മുതൽ 2014 വരെ കേന്ദ്രം ഭരിച്ച UPA സർക്കാർ കേരളത്തോട് ഒരനുഭാവവും കാണിച്ചില്ലെന്ന് പന്നിയൻ പറഞ്ഞു. 2007 ഇന്ത്യൻ പാർലമെന്റിൽ ഒരു വലിയ സമരം നടത്തി ഞങ്ങൾ ഇടതുപക്ഷ പാർട്ടികൾ. എന്താ സമരം എന്നറിയോ? സേലം ഡിവിഷൻ. ആ സമരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് 2 ഓഫർ തന്നു. ഒന്ന് പാലക്കാട് കോച്ച് ഫാക്ടറി, അതെ കഞ്ചിക്കോട്. മറ്റൊന്ന് ചേർത്തലയിലെ വാഗൺ ഫാക്ടറി. ഇവിടെ പോയി പിന്നെയും കോൺഗ്രസ് ഭരിച്ചല്ല 5 വർഷം. ഈ എംപിമാർ മിണ്ടിയോ? നമ്മുടെ കേരളത്തിൽ പോയ എംപിമാർ അതിനെക്കുറിച്ച് പറഞ്ഞോ? എന്താ പറയാത്തത്? കേരളത്തോട് ചെയ്ത വാഗ്ദാനം നടപ്പിലാക്കാത്ത ഒരു പാർട്ടിയാണ് ഇവർ UDF. 10 വർഷം ഭരിച്ച UPA സർക്കാരിന് മുന്നിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ നിരന്തരം ഉന്നയിച്ചു. എയിംസ്, ഐസർ ഉൾപ്പെടെ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. UPA സർക്കാരിന് ഇതെല്ലാം അനുവദിച്ചു തരാമായിരുന്നു. എന്നാൽ സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പേരിൽ കേരളത്തിലെ ചില കോൺഗ്രസ് എംപിമാരാണ് ഇതിനെല്ലാം തുരങ്കം വെച്ചത്. BSന്റെ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് കാലത്ത് അന്ന് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളോടും ഒരു കാര്യം പറഞ്ഞു. എല്ലാ സംസ്ഥാനത്തിനും നമ്മളിതാ ഒരു എയിംസിൻ്റെ യൂണിറ്റ് തരുന്നു. എല്ലാ സംസ്ഥാനത്തിനും. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തിനും കിട്ടി. കേരളത്തിൽ എന്താ ഇല്ലാതിരുന്നത്? അതെന്താ ഇല്ലാതിരുന്നത്? UDF മറുപടി പറയണം. അന്ന് UDF ഗവൺമെൻറ്, ശങ്കരനായിരുന്നു അന്നത്തെ മന്ത്രി, ഉമ്മൻചാണ്ടിയായിരുന്നു അന്ന് മുഖ്യമന്ത്രി. ആ ഗവൺമെൻറ് കൊടുത്ത പേരുകളിൽ, സ്ഥലപ്പേരുകളിൽ തിരുവനന്തപുരം ഇല്ല, മറ്റൊരു സ്ഥലം കൊടുത്തത്. അതിൻ്റെ ഫലം എന്താ? കേരളത്തിന് കിട്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടം ഇല്ലാതായി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJP ഇത്തവണ 3ാം സ്ഥാനത്ത് പോകുമെന്ന് പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലം പിടിച്ചെടുത്ത പോലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവും പിടിച്ചെടുക്കും. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.